Hi friends, welcome to Agimendo. ഒരു ഇന്റലിജന്റ് ഏജന്റ് എന്താന്നുള്ളതും അതിന്റെ സെൻസേഴ്സ് എന്താ ആക്ടിവിറ്റീസ് എന്താ അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു വാക്വം ക്ലീനർ വേൾഡ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വാക്വം ക്ലീനർ വേൾഡ് ചെറിയൊരു എൻവയോൺമെന്റ് തന്നിട്ട് ആ എൻവയോൺമെന്റിൽ ഈ വാക്വം ക്ലീനർ എന്തൊക്കെ പെർസീവ് ചെയ്യണു, എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണു, അതിന്റെ ഏജന്റ് ഫംഗ്ഷൻ എന്താന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഫിഗറിൽ നമുക്ക് കാണാം ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് കാട്ടിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ഇപ്പൊ കറന്റ്ലി എ എന്ന് പറയുന്ന സ്ക്വയറിൽ ഒരു വാക്വം ക്ലീനർ ഉണ്ട്. പിന്നെ അതുപോലെ ഈ താഴെ ഇങ്ങനെ ബബിൾസ് പോലെ കാണുന്നത് അത് ഡേർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പൊ എ എന്ന് പറയുന്നതിൽ കുറച്ച് ഡേർട്ട് ഉണ്ട്, ബി എന്ന് പറയുന്നതിൽ കുറച്ച് ഡേർട്ട് ഉണ്ട്. സിനറി എന്താന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഒരു വാക്വം ക്ലീനർ ഉണ്ട്, അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു രണ്ട് സ്ക്വയർ ഉണ്ട്. എ എന്ന് പറയുന്ന സ്ക്വയറും ബി എന്ന് പറയുന്ന സ്ക്വയർ ഉണ്ട്. എൻവയോൺമെന്റ് ചിലപ്പോൾ ഡേർട്ടി ആയിരിക്കാം, ചിലപ്പോൾ ഡേർട്ടി അല്ലാണ്ടിരിക്കാം. അപ്പൊ വാക്വം ക്ലീനറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് നിൽക്കുന്ന കറന്റ് സ്ക്വയറിൽ ഡേർട്ട് ഉണ്ടെങ്കിൽ ആ ഡേർട്ടിനെ സക്ക് ചെയ്തെടുക്കണം. ഇനി അതല്ല കറന്റ് സ്ക്വയർ ഡേർട്ട് ഒന്നും ഇല്ല, ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്ക്വയറിലേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് ആ നെക്സ്റ്റ് സ്ക്വയറിൽ ഡേർട്ടി ആണോ അല്ലേ നോക്കും. ആണെങ്കിൽ ആ ഡേർട്ടിനെ സക്ക് ചെയ്തെടുക്കും. അല്ല അത് ഓൾറെഡി ക്ലീൻ ആണെങ്കിൽ തിരിച്ച് ഇപ്പുറത്തെ സ്ക്വയറിലോട്ട് വരും. ഇതാണ് ആ വാക്വം ക്ലീനറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദിസ് വാക്വം ക്ലീനർ വേൾഡ് ഹാസ് ജസ്റ്റ് ടു ലൊക്കേഷൻസ്. ഈ ടു ലൊക്കേഷൻസ് ആണ് ഈ വാക്വം ക്ലീനറിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻവയോൺമെന്റ് ഈസ് സ്ക്വയർ എ ആൻഡ് സ്ക്വയർ ബി. വാക്വം ക്ലീനർ എന്ന് പറയുന്ന ഒരു ഏജന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഏജന്റിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് ആണ്, സ്ക്വയർ എ ആൻഡ് സ്ക്വയർ ബി. ഇനി ഈ ഏജന്റ് എന്താണ് പെർസീവ് ചെയ്യുന്നത്? ഏജന്റ് പെർസീവ് ചെയ്യുന്നത്, അതായത് ഏജന്റിന്റെ ഇൻപുട്ട് എന്തായിരിക്കും? അപ്പൊ ഈ വാക്വം ക്ലീനറിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ വാക്വം ക്ലീനർ ഇപ്പൊ ഏത് സ്ക്വയറിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. എയിലാണോ നിൽക്കുന്നത്, ബിയിലാണോ? ഫസ്റ്റ് ഇൻപുട്ട്. വിച്ച് സ്ക്വയർ ഇറ്റ് ഈസ് ഇൻ. നമ്മൾ ഇൻപുട്സ് എന്നുള്ള ടേമിനേക്കാളും പെർസെപ്റ്റ്സ് എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. പെർസെപ്റ്റ്സ് എന്നാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, സോ ഈ വാക്വം ക്ലീനർ ഏജന്റ് പെർസീവ് ചെയ്യുന്ന ഫസ്റ്റ് പെർസെപ്റ്റ് എന്ന് പറയുന്നത് വിച്ച് സ്ക്വയർ ഇറ്റ് ഈസ് ഇൻ. ആ വാക്വം ക്ലീനർ ഇപ്പൊ നിൽക്കുന്നത് എ എന്ന് പറയുന്ന സ്ക്വയറിലാണോ അതോ ബി എന്ന് പറയുന്ന സ്ക്വയറിലാണോ. Then the second percept is whether the square is dirty or not. ഇപ്പൊ നിൽക്കുന്ന സ്ക്വയർ എ ആണെങ്കിൽ എ ഡേർട്ടി ആണോ നോക്കും. അതല്ല വാക്വം ക്ലീനർ നിൽക്കുന്നത് ബിയിലാണെങ്കിൽ ബി ഡേർട്ടി ആണോ നോക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ഏജന്റ് പെർസീവ് ചെയ്യുന്നത്. വിച്ച് സ്ക്വയർ ഇറ്റ് ഈസ് ഇൻ, അത് ഏത് സ്ക്വയറിലാണ്. സെക്കൻഡ്ലി വെദർ ദ സ്ക്വയർ ഈസ് ഡേർട്ടി ഓർ നോട്ട്. ഇനി ഈ പെർസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ വാക്വം ക്ലീനർ ഏജന്റ് പെർഫോം ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ഹാവ് 4 ആക്ഷൻസ്. മൂവ് ലെഫ്റ്റ്, മൂവ് റൈറ്റ്, സക്ക് ഡേർട്ട്, ഡു നത്തിങ്. ഇങ്ങനെ 4 ആക്ഷൻസ് ആണ് ഈ വാക്വം ക്ലീനർ ഏജന്റിന് ഉള്ളത്. അതായത് അതിപ്പോ എ എന്ന് പറയുന്നത് ഈ ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫിഗറിൽ ഇപ്പൊ എങ്ങനെയാ വാക്വം ക്ലീനർ ഉള്ളത് എ എന്ന് പറയുന്ന സ്ക്വയറിലാണ്. അപ്പൊ എ എന്ന് പറയുന്ന സ്ക്വയറിലാണെങ്കിൽ അത് ആദ്യം അവിടെ ഡേർട്ട് ഉണ്ടോ എന്ന് നോക്കും. ഡേർട്ട് ഉണ്ടെന്നാണെങ്കിൽ ആ ഡേർട്ടിനെ സക്ക് ചെയ്യും. അപ്പൊ സക്ക് ഡേർട്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. ഇനി ഇവിടെ ഡേർട്ട് ഇല്ലായിരുന്നെങ്കിലോ, എയില് ഡേർട്ട് ഇല്ല എന്നാണെങ്കിൽ ആ വാക്വം ക്ലീനർ ബിയിലോട്ട് മൂവ് ചെയ്യും, അതായത് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. സോ അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് മൂവ് റൈറ്റ് ആണ്. ഇനി ബിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഡേർട്ട് ഉണ്ടോ നോക്കും. ഡേർട്ട് ഉണ്ടെങ്കിൽ ആ ഡേർട്ടിനെ സക്ക് ചെയ്യും. ഇനി അവിടെ ക്ലീൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന സ്ക്വയറിലോട്ട് തിരിച്ചു പോകും. അപ്പൊ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പൊ മൂവ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ. അപ്പൊ ഒന്നുകിൽ വാക്വം ക്ലീനറിന് ഡേർട്ട് സക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാന്നാണെങ്കിൽ ഡു നത്തിങ്, ഒന്നും ചെയ്യാണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ 4 ആക്ഷൻസ് ആണ് നമ്മുടെ ഈ സിമ്പിൾ വാക്വം ക്ലീനർ ഏജന്റിന് ഉള്ളത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ ഏജന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ കറന്റ് സ്ക്വയർ ഇസ് ഡേർട്ടി ദെൻ സക്ക് ഇറ്റ്. ആ വാക്വം ക്ലീനർ ഇരിക്കുന്ന സ്ക്വയർ, കറന്റ് സ്ക്വയർ ഡേർട്ടി ആണെങ്കിൽ ആ ഡേർട്ടിനെ സക്ക് ചെയ്തെടുക്കാം. അതർവൈസ് മൂവ് ടു ദ അതർ സ്ക്വയർ. ഇനി അതല്ല, അത് ഡേർട്ടി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതർ സ്ക്വയറിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ഈ കാണുന്ന പോലെ, അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന് പറയുന്ന പെർസെപ്റ്റ്. ഇവിടെ നമ്മൾ സ്റ്റാർ കൊടുത്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് ഒരു പെർസെപ്റ്റ് ആയിരിക്കില്ല, ഒരു സീക്വൻസ് ഓഫ് പെർസെപ്റ്റ്സ്. നമ്മൾ പെർസെപ്റ്റ് സീക്വൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ആക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പി സ്റ്റാർ ആയിട്ട് കൊടുത്തേക്കുന്നത്. സോ നമ്മുടെ പെർസെപ്റ്റ് സീക്വൻസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ആക്ഷൻ എ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മളുടെ ഏജന്റ് ഫംഗ്ഷൻ.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഏജന്റ് ഫംഗ്ഷന് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ആയിട്ടായിരിക്കും. അതായത് ഈ വാക്വം ക്ലീനർ എന്ന് പറയുന്ന ആ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ഒരു ഏജന്റിന്റെ അകത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. പ്രോഗ്രാമിലാണ് നമ്മൾ ഈ ഏജന്റ് ഫംഗ്ഷന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഈ ഏജന്റ് ഫംഗ്ഷന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഫോമിൽ എഴുതാൻ പറ്റും. ആ ടാബുലർ ഫോം ആണ് ഈ കാണുന്നത്. ബട്ട് ഇതൊരു കംപ്ലീറ്റ് ടാബുലേഷൻ അല്ല, ഇതൊരു പാർഷ്യൽ ടാബുലേഷൻ ഓഫ് ദ സിമ്പിൾ ഏജന്റ് ഫംഗ്ഷൻ ആണ്. കാരണം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ടേബിൾ എഴുതാന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ ടേബിളിൽ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പെർസെപ്റ്റ് കൺസിഡർ ചെയ്യുക, എ കോമ ക്ലീൻ. അപ്പൊ നമ്മുടെ പെർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, വാക്വം ക്ലീനറിന്റെ പെർസെപ്റ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് ആണ്. ഫസ്റ്റത്തത് ഏത് സ്ക്വയറിലാണ്, സെക്കൻഡ് ആ സ്ക്വയർ ഡേർട്ടി ആണോ അല്ലേ. ഇപ്പൊ രണ്ട് ഇൻപുട്സ് ആണ് ഒരു പെർസെപ്റ്റിൽ ഉള്ളത്. നമ്മൾ ഒരു സിംഗിൾ പെർസെപ്റ്റിനെ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഡിനോട്ട് ചെയ്യും. അതിന്റെ അകത്ത് രണ്ട് ഇൻപുട്ട് ആണ് ഉള്ളത്. ഫസ്റ്റത്തെ ഇൻപുട്ട് ഇപ്പൊ നിൽക്കുന്ന സ്ക്വയർ ഏതാണ്? എ ആണെങ്കിൽ എ എന്ന് പറയുന്ന സ്ക്വയർ, അതല്ല ബി ആണെങ്കിൽ ബി എന്ന് പറയുന്ന സ്ക്വയർ. സെക്കൻഡ് ഇൻപുട്ട് എന്തായിരുന്നു? ആ നിൽക്കുന്ന സ്ക്വയർ ക്ലീൻ ആണോ ഡേർട്ടി ആണോ? അപ്പൊ ഒന്നുകിൽ ഇവിടെ ഡേർട്ടി എന്നായിരിക്കും, അല്ലാന്നെങ്കിൽ ഇവിടെ ക്ലീൻ എന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പെർസെപ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഫസ്റ്റത്തെ പെർസെപ്റ്റ് നോക്കിയേ, അത് എ കോമ ക്ലീൻ. അതായത് വാക്വം ക്ലീനർ ഇപ്പൊ നിൽക്കുന്നത് എ എന്ന് പറയുന്ന സ്ക്വയറിലാണ്. എ എന്ന് പറയുന്ന സ്ക്വയർ ക്ലീൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് നെക്സ്റ്റ് സ്ക്വയറിലോട്ട്, അതർ സ്ക്വയറിലോട്ട്, അതായത് ബി എന്ന് പറയുന്ന സ്ക്വയറിലോട്ട് മൂവ് ചെയ്യും. ബി എന്ന് പറയുന്ന സ്ക്വയർ എവിടെയുള്ളത്? എ എന്ന് പറയുന്ന സ്ക്വയറിന്റെ റൈറ്റ് സൈഡിൽ. ഇവിടെ റൈറ്റ് സൈഡിലാണ് ബി എന്ന് പറയുന്ന സ്ക്വയർ ഉള്ളത്, റൈറ്റ്? സോ എ കോമ ക്ലീൻ എന്ന് പറയുന്ന പെർസെപ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് മൂവ് റൈറ്റ്, റൈറ്റിലോട്ട് മൂവ് ചെയ്യാന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്ന സ്ക്വയറിലോട്ട് മൂവ് ചെയ്യാന്ന് പറയുന്ന ആക്ഷൻ ആണ് പെർഫോം ചെയ്യുക. ഇനി സെക്കൻഡ് പെർസെപ്റ്റ് നോക്കിയേ. ഇനി അതല്ല, എ എന്ന് പറയുന്ന സ്ക്വയറിലാണ് നിൽക്കുന്നത്, പക്ഷെ എ എന്ന് പറയുന്ന സ്ക്വയർ ഡേർട്ടി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ എ എന്ന് പറയുന്ന സ്ക്വയറിൽ ഡേർട്ടിനെ സക്ക് ചെയ്യണം. അതാണ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ നോക്കിയേ, സക്ക്. അതായത് ആ ഡേർട്ടിനെ സക്ക് ചെയ്യാന്നുള്ളത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പെർസെപ്റ്റ്, ബി കോമ ക്ലീൻ. അതായത് ബി എന്ന് പറയുന്ന സ്ക്വയറിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ആ ബി എന്ന് പറയുന്ന സ്ക്വയർ ക്ലീൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വാക്വം ക്ലീനർ എ എന്ന് പറയുന്ന സ്ക്വയറിലോട്ട് മൂവ് ചെയ്യണം. സോ എ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ബിന്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. സോ ദ ആക്ഷൻ ടു ബി പ്രൊവൈഡഡ് ഈസ് മൂവ് ലെഫ്റ്റ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ബിയിലാണ്, ബി ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ഷൻ ലെഫ്റ്റ്, മൂവ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മൾ ബി എന്ന് പറയുന്ന സ്ക്വയറിലാണ് നിൽക്കുന്നത് ആൻഡ് ഓൾസോ ദാറ്റ് സ്ക്വയർ ഇസ് ഡേർട്ടി. ബി എന്ന് പറയുന്ന സ്ക്വയർ ഡേർട്ടി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ബി എന്ന് പറയുന്ന സ്ക്വയറിൽ ഡേർട്ടിനെ നമ്മൾ സക്ക് ചെയ്യണം. സോ സക്ക് ദ ഡേർട്ട് എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ. അതേപോലെ നെക്സ്റ്റ് പെർസെപ്റ്റ് നോക്കിയേ, ഇവിടെ നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് എ കോമ ക്ലീൻ എന്ന് പറയുന്ന ഒരു പെർസെപ്റ്റ് ഉണ്ട്. ഫോം ഇട്ടിട്ട് നെക്സ്റ്റ് പെർസെപ്റ്റ് എ കോമ ക്ലീൻ എന്ന് പറഞ്ഞ അഗെയിൻ ഒരു പെർസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഒരു പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഫസ്റ്റത്തെ പെർസെപ്റ്റ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് പെർസെപ്റ്റ് കിട്ടിയത്. അപ്പൊ എ ക്ലീൻ ആയിരുന്നു, ഇപ്പോഴും ക്ലീൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ബിയിലോട്ട് മൂവ് ചെയ്യാം. അതായത് മൂവ് റൈറ്റ് എന്ന് പറയുന്ന ആക്ഷൻ പെർഫോം ചെയ്യാം. ഇനി ഇവിടെ നോക്കിയേ, എ ക്ലീൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എ ഡേർട്ടി ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ എ എന്ന് പറയുന്ന സ്ക്വയറിൽ ഡേർട്ടിനെ സക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കണ്ട, ഇത് 3 പെർസെപ്റ്റ്സ് ഉള്ള സീക്വൻസ് ഉണ്ട്. ഇതുപോലെ 4 പെർസെപ്റ്റ്സ് ഉള്ളത് വരാം, 5 പെർസെപ്റ്റ്സ് ഉള്ളത് വരാം. ഇങ്ങനെ ഈ ഒരു ടേബിൾ ഇൻഫൈനൈറ്റ്. അപ്പൊ നമുക്ക് ഈ ടേബിൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ടാബുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കിട്ടിയത് മാത്രം. സോ നമുക്ക് പറയാം, ഈ ഒരു ഏജന്റ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത് വാക്വം ക്ലീനർ ഏജന്റ് എന്ന് പറയുന്നത് റാഷണൽ ഏജന്റ് അല്ല. അതായത് നമ്മൾ കുറെ നേരം നോക്കിയിട്ടും ഇത് ക്ലീൻ തന്നെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഏജന്റ് എയിലോട്ടും ബിയിലോട്ടും മാറി മാറി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജന്റ് ആണ്. ഇത് അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടല്ല ഈ ഏജന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഈ ഏജന്റ് ഒരു റാഷണൽ ഏജന്റ് അല്ല. റാഷണൽ ഏജന്റ് എന്താണ്, റാഷണൽ ബിഹേവിയർ എന്താണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. So see you soon in the next video. This is me, Naufla Tia, signing off from Edumendo. Thank you.